നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ എന്താ മോളെ, എന്താ പറ്റിയേ? മോളെ, എന്താ പറ്റിയെന്ന്? മറിഞ്ഞു വീണോ നീ? മുറിഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, രൂപേഷ് എവിടെ? അമ്മേ, രൂപേഷ് ഏട്ടൻ. നീ വീണത് രൂപേഷ് കണ്ടില്ലേ? എന്താ മോളെ ഇത്? കരയണ്ട, ഒന്നുമില്ല. ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഒന്ന് വീണതിന് ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? വീണതായിരിക്കില്ല, രൂപേഷ് തള്ളിയിട്ടതായിരിക്കും. എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത്? രൂപേഷ് എന്തിനാ ദർശനെ തള്ളിയിടുന്നത്? അല്ലെങ്കിൽ പിന്നെ അവനെ കാണണ്ടേ? ഞങ്ങൾ ഇവളുടെ നിലവിളി കേട്ട് ചെല്ലുമ്പോ അവൻ കഥ കടച്ചിരിക്കുവാ. എന്താ പറ്റിയേ? ഞങ്ങളൊക്കെ ഓടിയെത്തുന്നതിന് മുൻപ് ആദ്യം കാണേണ്ടത് അവനല്ലേ? പിന്നെ അവനെന്താ വരാത്തത്? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാരും ഒന്ന് മാറി നിൽക്ക്. അവൾക്ക് ഇത്തിരി കാറ്റ് കിട്ടട്ടെ. മോളെ, ഞാൻ അമ്മയോടും രൂപേഷേട്ടനോടും തെറ്റ് ചെയ്തു. ഞാൻ ആരോടും പറഞ്ഞില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ചെയ്ത തെറ്റ് എന്താന്ന് അറിഞ്ഞിട്ട് വേണ്ടേ ക്ഷമിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയൂ. ആദ്യം കാര്യം എന്താന്ന് പറ. ഞാൻ അമ്മയോടും രൂപേഷേട്ടനോടും ഒക്കെ സത്യം മറച്ചു വെച്ചു. ഞാൻ ഒരിക്കലും ഒരമ്മയാവില്ല. മോളെ, എനിക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. ഞാൻ ഗർഭിണിയാവില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്കതിനുള്ള കഴിവില്ല അമ്മ. ദൈവം അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നില്ല അമ്മ. ഞാൻ ആദ്യമേ അത് പറയേണ്ടതായിരുന്നു. മനഃപൂർവ്വം അല്ലമ്മ. ഓ, അപ്പോ ഇതറിഞ്ഞു വെച്ചോണ്ടാണോ ഈ കല്യാണം കഴിച്ചേ? നിന്നെ പോലൊരുത്തിയെ തീറ്റി പോറ്റേണ്ട അവസ്ഥ ഈ വീടിനില്ല. മര്യാദയ്ക്ക് ചേച്ചി ഇവളെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം. ആഹാ, ഒരാളെ അല്ല, നീ എല്ലാവരെയും വഞ്ചിച്ചു. ഈ കുടുംബത്തെ മൊത്തമായിട്ട് വഞ്ചിച്ചത്. പാവൻ രൂപേഷ് ഒരച്ഛനാവാൻ കഴിയില്ലെന്ന് അറിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിച്ചു കാണും. ചുമ്മാതല്ല നിന്നെ പിടിച്ച് തള്ളിയത്. എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാനുണ്ട് ചോദിക്കാൻ.
നിന്റെ തല എങ്ങനെയാ മുറിഞ്ഞതെന്ന് പറ. രൂപേഷ് നിന്നെ പിടിച്ച് തള്ളിയോ? എങ്ങനെയാ വീണത്? ഇവര് പറയുന്നതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തോളാം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ഈ മുറിവ് പറ്റിയത് എങ്ങനെയാ? എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരുന്നത്. മരുന്ന് കഴിച്ച് മാറിയാലോ എന്ന് വിചാരിച്ച ആരോടും പറയാതിരുന്ന്. പക്ഷെ രൂപേഷേട്ടൻ എങ്ങനെയോ അതറിഞ്ഞു. എന്നോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ രൂപേഷേട്ടൻ മോളെ, അവൻ ചോദിച്ചപ്പോഴല്ലേ നീ പറഞ്ഞത്? അവൻ നിന്റെ ഭർത്താവല്ലേ? അവന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ചവിട്ടി കൊന്നേനെ നിന്നെ. ഏട്ടത്ത് ചോദിച്ചുകൊണ്ടിരിക്കല്ലേ, അതിനിടയ്ക്ക് എന്തിനാ ബഹളം വയ്ക്കുന്നേ? ബഹളം വെക്കാതെ പിന്നെ ചെറിയ കാര്യമാണോ ഇത്? മരവത്തൂരിലെ എല്ലാ അന്തസ്സും തകർന്ന് തരിപ്പണമായില്ലേ? മോൾ അവനോടുള്ള കാര്യം പറഞ്ഞു. അതിനവൻ നിന്നെ തല്ലിയോ? അല്ല, പിടിച്ച് ഉമ്മ വെച്ചു. സ്വന്തം മോന് ഇത്രയും വലിയൊരു ദുരന്തം വരുത്തി വെച്ച ഇവളോട് ചോദിക്കുന്നത് കേട്ടില്ലേ? വായില് ചക്കര ഇട്ടോണ്ട് മോള് പരാന്ന്. ചേച്ചി ഇങ്ങോട്ട് മാറിയിരുന്നേ, ഞാൻ ചോദിക്കാം ഇവളോട്. ആദ്യം കരണം പൊട്ടുന്ന പോലെ ഒന്ന് കൊടുക്കാൻ വേണ്ടത്. ശ്രേയ, നീ നിന്റെ അമ്മയെ പിടിച്ചോണ്ട് പോ. ഇല്ലെങ്കിൽ കർണത്തടി കിട്ടുന്നത് ഇവൾക്കായിരിക്കും. വിടടി. രൂപേഷേട്ടൻ എന്നോട് പുറത്തു പോവാൻ പറഞ്ഞു. എന്നെ കാണണ്ടെന്ന് പറഞ്ഞു പിടിച്ചിറക്കി കഥ കടച്ചു. അങ്ങനെ കഥക് വലിച്ചടച്ചപ്പോ പിടികിട്ടാതെ ഞാൻ വീണു പോയതാ. വീണപ്പോ തലയൊന്ന് തട്ടി, അങ്ങനെ മുറിഞ്ഞതാ. രൂപേഷേട്ടൻ എന്നെ മറിച്ചിട്ടൊന്നും അല്ല. രൂപേഷേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അമ്മ. നീ അങ്ങനെയല്ലേ പറയൂ. അവന് നിന്നെ തല്ലാനും മുറിയിന്ന് പുറത്തിറക്കാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി? അവനോടൊന്ന് ചോദിക്കട്ടെ ഞാൻ. അമ്മ, തെറ്റ് ചെയ്തവൾ ഇവിടെ പയർ പോലെ നിൽക്കുന്നു. ഇത് കേട്ട് എനിക്ക് വരെ പെരുവിരൽ മുതൽ വിറയ്ക്കുക. അപ്പോഴാ ഒരു പെറ്റമ്മയ്ക്ക് മരുമോളോടുള്ള സ്നേഹം കാണിക്കുന്ന കണ്ട സ്വന്തം മോളുടെ ഭർത്താവാ രൂപേഷ് എന്ന് തോന്നും. അതെ, അവനോട് ചോദിക്കാൻ പോകുന്ന എന്തിനാ? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കള്ളിയാ ഇവള്, പേരും കള്ളി. പണ്ടേ അറിഞ്ഞു വെച്ചോണ്ട് മനഃപൂർവ്വം മരുവത്തൂരിലെ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം വന്നവളാ.